ജെ ഡി യുവും ചിരാഗ് പാസ്വാനും ഒത്തുപോകുന്നതല്ല. ജെ ഡി യുവും അതുപോലെ തന്നെ എൽ ജെ പിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ശത്രുതയുണ്ട്. ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഐക്യ ജനതാദളും എൽ ജെ പിയും സമീപിക്കുന്നത്. ചിരാഗ് പാസ്വാൻ ശത്രുതയെല്ലാം മറന്ന് വീണ്ടും ഒത്തൊരുമിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അതിനെ വകവയ്ക്കാതെ തന്നെയാണ് നിതീഷ് കുമാർ നിൽക്കുന്നത്. നിതീഷ് കുമാറിനെ 2020 വെള്ളം കുടിപ്പിച്ച നേതാവാണ് ചിരാഗ് പാസ്വാൻ. ഏറെ പരാജയങ്ങൾ വരുത്തുന്നതിൽ, പ്രത്യേകിച്ചും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി യുവിനെ പരാജയമുണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായകമായ റോൾ വഹിച്ച നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ എന്ന് ഐക്യജനതാദളിന് കൃത്യമായി അറിയാം. എന്നാൽ നിലവിൽ ബി ജെ പിയുമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ബാന്ധവത്തിന്റെ പേരിലാണ് ഇരു പാർട്ടികളും നിൽക്കുന്നത്. ജെ ഡി യുവിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ തഴഞ്ഞ നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ. 43 സീറ്റുകളിൽ മാത്രമേ കഴിഞ്ഞ തവണ ജെ ഡി യുവിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭൂരിഭാഗം സീറ്റുകളിലും ജെ ഡി യുവിന് പരാജയം സമ്മതിക്കേണ്ടി വന്നതിന്റെ പ്രധാന കാരണമായി പറഞ്ഞത് എൻ ഡി എയിലേക്ക് കെട്ടുറപ്പില്ലായ്മ തന്നെയായിരുന്നു. അന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞത് നിതീഷ് കുമാറിന്റെ പാർട്ടിയുമായി സഖ്യം ചേരരുത് എന്നുള്ള രീതിയാണ്. നിതീഷ് കുമാറിന്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കരുത്, അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാം, അങ്ങനെയുള്ള വ്യക്തികളുമായി അടുക്കരുത് എന്ന രീതിയായിരുന്നു അന്ന് ചിരാഗ് പാസ്വാൻ അവലംബിച്ചത്. ഇത് കൃത്യമായും ഇപ്പോൾ നിതീഷ് കുമാറിന് കണക്ക് ചോദിക്കാനുള്ള സമയമാണ് എന്ന രീതിയിലേക്കാണ് വരുന്നത്. നിലവിൽ എൽ ജെ പി നിതീഷ് കുമാറിന്റെ പാർട്ടിയുമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ എൻ ഡി എ സഖ്യവുമായിട്ട് നിയമസഭയിൽ കാര്യമായ റോളുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എൽ ജെ പിക്ക് മന്ത്രിസഭയിലേക്ക് ഒരു പ്രാതിനിധ്യവും കൊടുക്കരുത് എന്നുള്ളതിൽ നിതീഷ് കുമാർ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ജെ പിക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നിതീഷ് കുമാർ നടത്തുന്നു. ഇത് ഇരു പാർട്ടികൾക്കിടയിലും അസ്വാരസ്യം ഉടലെടുത്തതിന് കാരണമാകുന്നു. അത് തമ്മിൽ പാരയായി മാറുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഐക്യ ജനതാദളിനെ കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ നിലവിൽ ബി ജെ പിക്ക് കഴിയില്ല. യാഥാർത്ഥ്യത്തിൽ ബി ജെ പിക്ക് ഐക്യ ജനതാദളിനെ പുലർത്താൻ വലിയ മോഹമാണുള്ളത്. ബി ജെ പി അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ബി ജെ പിയിലേക്ക് ചേക്കേറാനും അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും പല രീതിയിൽ ഐക്യജനതാദളിലെ പാലം വലിക്കാൻ വേണ്ടി, അതിലെ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് നിതീഷ് കുമാർ ഇടക്കാലത്ത് വെച്ച് ബി ജെ പിയുമായി തെറ്റിപ്പിണങ്ങി മഹാഗഡ്ബന്ധനുമായി വീണ്ടും കൈകോർത്തത്. എന്നാൽ പിന്നീട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാർ വീണ്ടും അധികാരമോഹവുമായി ബി ജെ പി സഖ്യവുമായി കൂട്ടുകൂടുകയും ചെയ്തു. ഈ ഒരു രീതി, അതായത് സ്ഥിരതയില്ലായ്മ, നിതീഷ് കുമാറിന്റെ അധികാരമോഹത്തോടുള്ള ഭ്രമം കാരണം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി വിളിച്ചുകൂട്ടിയ 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം വിളിച്ചുകൂട്ടിയ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, അവിടെയും ഇവിടെയൊക്കെ സഖ്യകക്ഷികളുടെ കുറെ നേതാക്കൾ ഇന്ത്യ മുന്നണിയിൽ ജയിച്ചു കിടക്കുകയാണ്, അടുത്ത തവണ എല്ലാവരും തോക്കും എന്ന രീതിയിൽ നരേന്ദ്രമോദിയെ സുഖിപ്പിക്കുന്ന ചില ഡയലോഗൊക്കെ പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മോദിയെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യമൊക്കെ വലിയ വായിൽ സ്വരം നീട്ടിയത്. എന്നാൽ പിന്നീട് ബി ജെ പി സഖ്യവുമായി കൂട്ടുകൂടിയ വാക്കിന് വിലയില്ലാത്ത നേതാവ്, തരം താഴ നേതാവ് എന്ന രീതിയിൽ കൃത്യമായി മറ്റുള്ളവർ അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ നിതീഷ് കുമാർ എടുക്കുന്ന നിലപാട് എന്തു തന്നെ ആയിരുന്നാൽ അത് എൽ ജെ പിക്ക് ഗുണകരമാകില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും.